എല്ലാവർക്കും ഹാപ്പി ഓണം. ഇപ്രാവശ്യത്തെ ഓണം നമുക്ക് കുറച്ച് ദിവസം മുന്നേ തന്നെ തുടങ്ങിയിട്ടോ. ഇപ്രാവശ്യം എന്താ പറയുക, ഒരു 3-4 ഓണം സെലിബ്രേഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ആദ്യം തന്നെ ഒരു 3-4 ദിവസം മുന്നേ തുടങ്ങിയത് ഇതാണ്. നിങ്ങൾ കുറച്ചൊക്കെ ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്കൊരു പൂക്കള മത്സരം പൂക്കള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എല്ലാ വർഷവും നടക്കുന്നതാണ് ഓണത്തോടനുബന്ധിച്ച്. പക്ഷേ ഇപ്രാവശ്യമാണ് നമ്മൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു 3-4 ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ചു. ദാദറിൽ പോയിട്ട് പൂക്കളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. രാവിലെ തന്നെ ഇതൊരു ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. കാരണം നമ്മളൊരു 2-3 ഡേയ്സ് മുന്നേ തന്നെ നമ്മൾ ഒരുമിച്ച് കൂടി പൂക്കളെ പറ്റി ഡിസ്കസ് ചെയ്തു, വാങ്ങാൻ പോയി. കോമ്പറ്റീഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭയങ്കര നന്നായി എൻജോയ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പൂക്കളും അത്യാവശ്യം നല്ല പൂക്കൾ തന്നെ കുറേ വാങ്ങിച്ചു കൊണ്ടുവന്ന് നല്ല രസമായിട്ട് ഇട്ടു എന്നാണ്. ഞങ്ങളെന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ നല്ല രസമായിട്ട് ഇട്ടു. അപ്പോൾ ഈ കോമ്പറ്റീഷൻ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മഹാബലി വരും, അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് വരുന്ന അങ്ങനെ കുറേ പരിപാടികളും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ രസമല്ലേ. ഓണമായിട്ട് നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ നമ്മുടെ സമാജത്തിൻ്റെ വകയും അങ്ങനെ കുറേ ഓണം സെലിബ്രേഷൻസ് ഇനിയും വരാനുണ്ട്. അത് ഓണം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഇത് അതിന് തൊട്ട് മുന്നേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല ഭംഗിയിൽ, അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ പൂക്കൾ ഇട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളും കുറേ പേര് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി. കാരണം മഹാബലി വരുമ്പോഴേക്കും നമുക്ക് സാരി കൊടുത്ത് നന്നായി ഒരുങ്ങി വരണമല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരുങ്ങിയതല്ലേ. അപ്പോൾ കുറച്ച് നല്ല ഫോട്ടോസും അതാ നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ ഇതെല്ലാം. നിങ്ങൾക്കിതിൽ 1-2 പേരൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോയും കൂടെ എടുത്തു. എന്തായാലും ഞങ്ങളൊക്കെ ഒരുങ്ങി നല്ല രസത്തിലിരുന്ന കാരണം രമേശേട്ടനും മിത്തുക്കുട്ടിയും ഒക്കെ ഓണത്തിൻ്റെ ആ ഒരു ഡ്രസ്സും ഇതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടും സെഷനും, കാരണം ആ ഒരു ഫുൾ ഡേ അല്ല 2 ഡേയ്സ് എന്ന് പറയുന്ന പോലെ പോയി. തലേ ദിവസം കംപ്ലീറ്റ് പൂവരിയാനും ഇതിനൊക്കെ എടുത്തു. നെക്സ്റ്റ് ഡേ രാവിലെ ഒരു 6 മണി മുതൽ ഈ പൂക്കളം ഇടാനും, പിന്നെ എല്ലാവരും നമ്മുടെ വീട്ടിൽ, ഇത് നമ്മുടെ അവിടെ ഇട്ട കാരണം അപ്പോൾ നമ്മുടെ വീട്ടിലായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിരുന്നു 2 ഡേയ്സ് കംപ്ലീറ്റ് നമ്മൾ ഫുൾ ഫാമിലി പോലെ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഓണം അന്ന് കഴിഞ്ഞു എന്നുള്ളൊരു ഫീലാണ് ശരിക്കും തോന്നിയത്. കാരണം എല്ലാം ഉണ്ടായിരുന്നു. സദ്യ ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, സേമിയ പായസമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പായസം കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു ആക്ച്വലി. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പായസം കോമ്പറ്റീഷന് പങ്കെടുത്തില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും പങ്കെടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം എല്ലാത്തിനും കൂടെയുള്ള സമയം ഉണ്ടായില്ല. പക്ഷേ എന്നാലും പായസം ഉണ്ടായിരുന്നു, സേമിയ പായസം കാര്യങ്ങളൊക്കെ. അപ്പോൾ ദാ മഹാബലി വരാനതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള നമ്മുടെ ഒരു തത്രപ്പാടാണ് ഇപ്പോൾ ഈ കാണുന്നത്. കോമ്പറ്റീഷൻ ആയത് കാരണം തന്നെ ജഡ്ജസും ഇത്രയും കുറച്ച് പേരൊക്കെ ഉണ്ടായിരിക്കും വരാൻ, ഇത് ജഡ്ജ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ മാവേലി വരുമ്പോൾ എല്ലാവർക്കും ഒരു ഓണക്കോടി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒന്ന് തരും കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു മുണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കുറച്ച് നേരം നിന്ന് ഞാൻ പറഞ്ഞ പോലെ പായസവും നമ്മൾ ചിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതി വെക്കണം. അപ്പോൾ അതൊക്കെ മാവേലിക്ക് കൊടുത്ത് ഒരു 5-10 മിനിറ്റ്സാണ് അവിടെ നിൽക്കുള്ളൂ. കാരണം ഒരുപാട് വീടുകളുണ്ട്, ഒരു 10-14 വീടുകൾ പോകണ്ടേ. അപ്പോൾ അതൊക്കെ പോയി വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ റിസൾട്ടൊക്കെ പിന്നെ രാത്രിയൊക്കെയാണ് കേട്ടോ അറിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം രാവിലെ ഇതെല്ലാത്തിനും കൂടി ഫുഡ് ഉണ്ടാക്കാനും പിന്നെ പൂക്കളിടാനും എല്ലാത്തിനും കൂടെ ആകെ ഞങ്ങൾ 5 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സമയമില്ലാത്ത കാരണം ഫുഡ് നമ്മളൊരു ചെറിയൊരു സദ്യ പോലെ, ഇലയൊന്നും വാങ്ങിയില്ല. കാരണം എന്താ വെച്ചാൽ 3 ഡേയ്സ് കഴിയുമ്പോഴേക്കും പിന്നെ ഓണായി. അപ്പോൾ പിന്നെ അതിന് എന്തായാലും പിന്നെയും സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓണം മൂഡ്, കാരണം ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ ഇത്രയും പേരുണ്ടാവില്ല, എല്ലാവർക്കും പലരും പല വീടുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പേര് ഒരുമിച്ച് കിട്ടാത്ത കാരണം ഇന്ന് ശരിക്കും എല്ലാം പൂക്കളും സദ്യ എല്ലാം കിട്ടിയുകൊണ്ട് ഞങ്ങൾ കുറേ റീൽസും കുറേ ഫോട്ടോസും ഒക്കെ എടുത്തത് എല്ലാവരും മടങ്ങി. ഞങ്ങൾക്ക് പൂക്കളം കോമ്പറ്റീഷന് 3rd പ്രൈസും ഉണ്ടായിരുന്നു കേട്ടോ. അതും ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഓണായിട്ട് ഒരു സിനിമയ്ക്ക് പോയില്ലെങ്കിൽ എങ്ങനെയല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഓണായിട്ട്. ഹൃദയപൂർവ്വം, ലോക. അപ്പോൾ ഹൃദയപൂർവ്വം നമ്മൾ റിലീസ് ചെയ്ത അന്ന് തന്നെ കണ്ടു. അതിൻ്റെ റിവ്യൂ ഒന്നും നമ്മൾ അങ്ങനെ ഒരു വ്ളോഗ് എടുക്കാത്തതുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നല്ല ഇഷ്ടമായി, ഒരു ഫീൽ ഗുഡ് മൂവിയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ലോക ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ലോക കാണാനുള്ള ടൈം കിട്ടിയില്ല. നമ്മൾ ഇന്ന് ലോക കാണാൻ എക്സൈറ്റഡ് ആണ്. മിത്തുകുട്ടി എക്സൈറ്റഡ് അല്ലേ? മിത്തുവിന് എക്സാമും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ലോക കാണാതെ എങ്ങനെയല്ലേ നമ്മളൊരു ഫിലിം
ഭ്രാന്തന്മാരായതുകൊണ്ട് മോഹൻലാലിൻ്റെ അവിടെ പിന്നെ എപ്പോഴും ഓൾവേസ് നമ്മൾ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ പോയി കാണും. അപ്പോൾ ഹൃദയപൂർവ്വം എന്തായാലും അതിനെപ്പറ്റി റിവ്യൂ പറയുകയാണെങ്കിൽ നല്ലൊരു സുഖമുള്ള മൂവി, ഒരു ഫീൽ ഗുഡ് മൂവി, കണ്ടാൽ നമുക്കൊരു മനസ്സൊന്ന് നിറഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുന്ന മൂവി. ലോക ഭയങ്കര അടിപൊളി റിവ്യൂ ആണെന്ന് പറയുന്ന കാരണം തന്നെ ഭയങ്കര എക്സ്പെക്റ്റേഷനും ഭയങ്കര എക്സൈറ്റഡൊക്കെ ആയിട്ടാണ് പോണത്. അപ്പോൾ സമയം കളയണ്ട. ഇവിടെ ആണെങ്കിൽ നല്ല മഴ, അത്തം കറുത്ത ഓണം വെളുക്കെന്ന് പറയും. പക്ഷേ ഇപ്രാവശ്യം അത്തവും കറുത്തിട്ടാണ് ഓണവും കറുത്തിട്ടാണ്, ആകെ മഴയാണ്, മഴയോട് മഴ, ചീഞ്ഞ മഴ. പക്ഷെ എന്നാലും നല്ല നമുക്ക് പോയിട്ട് സിനിമ കാണാം. എങ്ങനെയുണ്ട് സിനിമ? നിത്തിനോട് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അടിപൊളി സിനിമ അല്ലേ? മസ്റ്റ് വാച്ച് അല്ലേ? അങ്ങനെ സമയം 10:30 ഞങ്ങളൊരു ബർഗർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഹാപ്പി ഓണം. അങ്ങനെ ഇന്നാണ് തിരുവോണ ദിവസം. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വേഗം ഇന്ന് ആതിരയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അമ്പലത്തിൽ പോയി വന്നത് വേഗം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ സ്ഥിരമായിട്ടുള്ള തിരുവോണത്തിൻ്റെ പഴം പുഴുങ്ങിയത്, പപ്പടം, കായവറുത്ത്, പ്ലസ് ഞാൻ കുറച്ച് പുട്ടും ഉണ്ടാക്കുന്നുണ്ട്. പിട്ട് കാരണം പഴം നീ മാത്രമായിട്ട് തികങ്ങില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ എലിശ്ശേരി, ഓലൻ, അടപ്രഥമൻ, ഇത് മൂന്നുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഓണം ഡ്രസ്സ്. പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി സാരിയൊക്കെ കൊടുത്തൊരു ഗംഭീര ഓണം ആഘോഷിച്ച് കഴിഞ്ഞതാണ്. അടുത്ത ഞായറാഴ്ച നമുക്കൊരു ഓണം ഉണ്ട്. അപ്പം അന്ന് നമുക്ക് സാരി കൊടുക്കണം. കാരണം ഇനി അറിയാലോ, ഇനി 2-3 ഓണം ഇവിടെ ഉണ്ടാവും സമാജത്തിൻ്റെയും അങ്ങനെയും ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അതിനൊക്കെ നമുക്ക് സാരി കൊടുക്കണം. അപ്പോൾ ഇന്നുകൂടെ സാരി കൊടുത്താണ് മടുക്കണ്ട എന്ന് വിചാരിച്ചു. എല്ലാ സെറ്റ് സാരി തന്നെയല്ലേ, ഓൾറെഡി അതൊക്കെ എടുത്ത കാരണം ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ്, നല്ല അടിപൊളി ഡ്രസ്സ് കേട്ടോ, ഓണത്തിൻ്റെ ഒരു ലുക്ക് തരുന്ന ഒരു ഡ്രസ്സാണ്. പടപ്രഥമനും പിന്നെ ഒരു പായസം കൂടെ ഉണ്ട്, അത് വേറെ ഫ്രണ്ട് ഉണ്ടാക്കും. അങ്ങനെ അപ്പം അതുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് കുറച്ച് വിഭവം ഉണ്ടാക്കും വേണ്ടുള്ളൂ. പക്ഷെ എന്നാൽ ഒരു ഫുൾ സദ്യ ഉണ്ടാവുകയും ചെയ്യും. ഹലോ, ഹാപ്പി ഓണം. എന്തായി ഓണത്തിന് എല്ലാവരും വന്നു? ഓരോ കൊല്ലം കൂടുന്തോറും ഉള്ളിലേക്ക് കയറി വരാണല്ലോ. ഹാപ്പി ഓണം. ഓണം കഴിഞ്ഞു. ഇനി അടുത്തത് ഇതാപ്പോ പായസം ഉണ്ടാക്കാം. ഭക്ഷണം കുറച്ചതാ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പപ്പട കാച്ചാ? ഇല്ല, ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നേയുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി പായസം ഉണ്ടാക്കിട്ട് ഹാപ്പി ഓണം. എന്തായി സദ്യ? കണ്ടു തൃക്കാർപ്പന കണ്ടു. അച്ഛൻ ഇന്നലെ പറഞ്ഞിരുന്നു. അടുത്ത കൊല്ലം തെക്കിണിക്കാവോ? ഒന്നാം പാല് റെഡി. നീ അടപ്രഥമൻ ഉണ്ടാക്കണം, പപ്പടം കാച്ചണു, പിട്ടാട, പഴം റെഡി. കഴിക്കാം ഓണം സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ. ആക്ച്വലി അത്തം മുതൽ തുടങ്ങും. വീട്ടിൽ പഴമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി പഴം പുഴുങ്ങിയതായിരിക്കും. ഇപ്പൊക്കെ വാങ്ങല്ലേ, അപ്പോൾ അധികം നമുക്ക് എന്നും പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ അത്തത്തിൻ്റെ അന്ന് ഇവിടെ ഉണ്ടാക്കും, തിരുവോണത്തിൻ്റെ അന്ന് ഉണ്ടാക്കും. പിട്ട് ശരിക്കും ഉണ്ടാവാറില്ല, പക്ഷെ പിട്ട് ഉണ്ടാക്കണവരുണ്ട് കേട്ടോ. പക്ഷെ എനിക്കൊന്നും ആക്ച്വലി പിട്ട് അത്ര താല്പര്യമില്ല. ഇതും ഈ പഴം പുഴുങ്ങിയതില്ലേ, ഇതിങ്ങനെ കുഴച്ച് ഈ ശർക്കര ഉപ്പേരി അല്ല, കായ വറുത്ത്, അത് ഈ പഴത്തിൻ്റെ മേലിങ്ങനെ വെക്കും. അവിൽ വെക്കണവരുണ്ട് അല്ലേ, കുറച്ച് അവിലും എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ കഴിക്കാം. ബെസ്റ്റ് കോമ്പിനേഷനാണ്. അത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴിച്ച് നോക്കണം. ഇതാണ് നമ്മുടെയൊക്കെ നാട്ടിലെ തിരുവോണത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ അത്തം മുതൽ അന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ്. വേണമെങ്കിൽ ഉപ്പുമാവോ പിട്ടോ ഒക്കെ സൈഡിൽ കൂടെ വെക്കാം, വേണമെങ്കിൽ ഇഡ്ഡലിയും വെക്കാം. കാരണം പഴം ഇഷ്ടമല്ലാത്തവർക്ക്. പക്ഷെ നമ്മുടെ വീട്ടിൽ പണ്ട് മുതലേ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ കുട്ടികൾക്കും രമേശേട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്
ഇതന്നെയായിരിക്കും ഇവിടുത്തെ എപ്പോഴത്തെയും ബ്രേക്ക്ഫാസ്റ്റ്. നല്ല നാട്ടിൽ നിന്നും പാഴ്സൽ ചെയ്ത, ഇത് നാട്ടിൽ നിന്ന് പാഴ്സൽ ചെയ്ത കേട്ടോ, അമ്മ ഉണ്ടാക്കിയിട്ട് പാഴ്സൽ ചെയ്ത കായവറുത്തും ശർക്കരപ്പേരിയാണ്. രണ്ടും ഹോം മെയ്ഡാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. കുറേ കഴിച്ചു, അത്തത്തിന് മുന്നേ എത്തിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് കോംബോ ഓണത്തിൻ്റെ. അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങോട്ട് 2 കിലോ ഒക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് മത്ത് പിടിച്ച് കിടക്കുമ്പോഴേക്കും പായസം റെഡിയാവും. അതാണ് ഓണം. ഓണം എന്ന് പറഞ്ഞാൽ എന്താ, മെയിനായിട്ട് കഴിക്കുക. ഇന്ന് കഴിക്കുന്ന കാലറിക്ക് ഒരു വെള്ളത്തൊണ്ടയിൽ കുടുങ്ങി തൊണ്ട കൊടുക്കണ്ട. ഈ പഴം പുഴുങ്ങിയത് കഴിക്കാൻ കാരണേ അതാ പുഴുങ്ങിയതിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ ഓണായി എന്നുള്ളൊരു ഫീലാ അല്ലേ. പഴം എപ്പോ പുഴുങ്ങിയാലും വിചാരിക്കും ഓണായോ എന്ന്. സത്യം. ഞാൻ നമ്മുടെ ഏരിയയിലൊക്കെ ശരിക്കും ആ ഒരു കായക്കൊല അങ്ങോട്ട് വെട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടേ വെക്കും. അത്തത്തിന്റെ അന്ന് കൊണ്ടേ വെക്കും ഒരു 3-4 കായ. അപ്പം പഴുക്കും തോറും അങ്ങനെ എടുത്തെടുത്തെടുത്ത് പുഴുങ്ങും ഡെയിലി അല്ലേ. അത് പുഴുങ്ങും, പപ്പടം അങ്ങനെ. പിന്നെ നാട്ടിലൊക്കെ ആകുമ്പോൾ ഓണത്തിന് വെക്കേഷനും അല്ലേ. ഇവിടെ പിന്നെ അതൊന്നുമില്ല. അപ്പം ഈ തിരുവോണം തന്നെയാണ് ഒരു കാര്യമായിട്ടുണ്ടാകും. നാളെ വരെ അവിട്ടം വരെ ഇത് തന്നെയായിരിക്കും. അപ്പോഴേക്കും ഉണ്ടായ കായക്കൊലൊക്കെ കഴുകിയിട്ടുണ്ടാവും. അതേ കായ തന്നെ പച്ച എടുത്തിട്ട് ഇതാ ശർക്കരപ്പേരിയും കായവറുത്തും ഒക്കെ ഉണ്ടാക്കും. അങ്ങനെ നല്ല രസമാണ്. ഇപ്രാവശ്യം എന്തായാലും നല്ല തിമിർത്ത മഴയാണ്. ഇവിടെ അതെ, നാട്ടിലും അതെ. ചീഞ്ഞ മഴ പറയില്ല, അങ്ങനെ മഴ. പൂക്കളം പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയെന്നാണ് നാട്ടിൽ പറയണത്. അത്ര മഴ ഇവിടെ അതെ. ഇവിടെ പിന്നെ ഫ്ലാറ്റിൻ്റെ ഉള്ളായതുകൊണ്ട് നമുക്ക് അത്ര അറിയില്ല. തമ്പാലും ഒക്കെ ഒഴിക്കാൻ പറ്റില്ലേ? നമ്മുടെ അവിടെ ഈ അടപ്രഥമൻ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ലാസ്റ്റ് ചുക്കും ജീരകവും കൂടെ പൊടിച്ചിടുള്ളൂ. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത് ഇതൊന്നും ഇടില്ല അല്ലെ. ആ പ്ലെയിൻ തേങ്ങാപ്പാലും അതിൽ ആ ചുക്കും ജീരകത്തിന്റെ ഫ്ലേവറും ആണ് നമ്മുടെയൊക്കെ നാട്ടിലെ അടപ്രഥമൻ ഉണ്ടാക്കുന്നത്. പക്ഷെ യൂട്യൂബിലും പല സൈഡിലും കണ്ടിട്ട് നിറയെ എന്താ പറയാ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ തേങ്ങാക്കൊത്തൊക്കെ. അതൊക്കെ നമ്മൾ പരിപ്രഥമനിലിടും തേങ്ങാക്കൊത്ത് അല്ലേ. പക്ഷെ ഒരിക്കലും അടപ്രഥമനിലിടില്ല. അതിന്റെ ടേസ്റ്റ് പോവും ശരിക്കും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒത്തൻറ്റിക് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് റെഡിയായി. ഇത് എലിശ്ശേരി, പിന്നെ എന്താ അടപ്രഥമൻ, പിന്നെ അത് അവിടെ ഇരിക്കുന്നു കായവറുത്ത്, പുളിയിഞ്ചി, ഈ വക സാധനങ്ങളൊക്കെ ഉണ്ട്, ശർക്കരപ്പേരി. അതൊക്കെ നമുക്കിങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോകാം. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതാണ് മിത്തുക്കുട്ടിയുടെ ഡ്രസ്സ്. എങ്ങനെയുണ്ട്? ഇത് എൻ്റെ സാരി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാരി നമ്മൾ കുറേ പ്രാവശ്യം ഉടുത്തതാണ്. അപ്പോൾ വിചാരിച്ചു വെറുതെ പുതിയൊരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ. പട്ടുപാവാട വലിയ ഇഷ്ടമല്ലേ, ഇതൊരു സ്ലീവ്ലെസ് ടൈപ്പാണ്, എന്നാൽ സുഖം വേണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ബട്ടർ ക്രീപ്പ് തുണി വെച്ചിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാരി ഇതുപോലെ നല്ല പ്ലീറ്റ്സ് ആയിട്ട് കണ്ട പട്ടുപാവാട പോലെ തന്നെ ഞാൻ നല്ല ഞൊറിയിൽ അല്ലേ നന്നായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ കുറേ ചുരിദാർ ഇങ്ങനത്തെ സാരികൾ പഴയത് കുറേ പ്രാവശ്യം ഉടുത്തതിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഓരോ വർഷമായിട്ട് നിൽക്കുന്നതിന് ഇഷ്ടമായാ. ഇത് പിന്നെ ഞാനും ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വെച്ചിട്ട് എനിക്കൊരു ചുരിദാർ അടുപ്പിക്കണം എന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒന്ന് ഞാൻ ഇതിൽ ബാക്കി വരും തുണിയെന്ന് വിചാരിച്ചു എനിക്ക് അടിക്കാൻ. പക്ഷെ ബാക്കി വന്നില്ല, സാരില്ല. അപ്പം ഞാൻ വേറെ ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും ഇതുപോലെ പഴയ ചുരിദാറുകൾ പഴയ സാരികളൊക്കെ എടുത്ത് ചുരിദാറാക്കാമെന്ന് വിചാരിക്കുന്നത്. നന്നായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അതാണ് രംശേട്ടൻ ഇന്നൊരു കുർത്തയാണ് ഇട്ടിരിക്കുന്നത്. രംശേട്ടൻ്റെ ഭയങ്കര ഭംഗിയുള്ള തെയ്യം ഡിസൈനൊക്കെ ഉള്ള ഒരു ഷർട്ട് ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. അത് ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. അതാണ് അന്നത്തെ ഓണ സെലിബ്രേഷൻ ഇട്ടു. പിന്നെ ഇന്നലെ ഓഫീസിൽ ട്രഡീഷണൽ ഡേ ആയിരുന്നു, അതും ഇട്ടു. അപ്പം അങ്ങനെ കുറേ പ്രാവശ്യം ഇട്ടിട്ട് കുറേ ആയി ഇടുന്നു. ഫോട്ടോയിൽ വന്നപ്പോൾ ഇന്നിപ്പോൾ ഒരു നോർമൽ കുർത്ത ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അപ്പം നമ്മുടെ ഓണം സെലിബ്രേഷൻ. ഇതിൻ്റെ ഒരു 2-3 ഫോട്ടോയും കൂടെ എടുത്തിട്ട് നമുക്ക് പോവാം. അവൾ ഓൾറെഡി വിളിച്ചു തുടങ്ങി, ലേറ്റായി. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണവും കഴിയാറായി. തുടങ്ങുമ്പോഴേക്കും കഴിയും. എനിക്ക് ഓണത്തിന്റെ തലേദിവസം വരെ ഇഷ്ടമല്ലോ. ഓണം ഇഷ്ടമല്ല. ഓണം രാവിലെ നീക്കുമ്പോഴേക്കും ഓണം കഴിയും. ഈ കല്യാണമൊക്കെ അല്ലേ, കല്യാണത്തിന്റെ തലേദിവസം വരെ അല്ലേ രസമുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു സങ്കടമല്ലേ. അതുപോലെ ഇനിയിപ്പോ ആകെ ഈ മാസം സങ്കടത്തിൽ ഓണം പോലെ ആഘോഷിക്കുക കാര്യം. ഇനി എന്റെ എക്സൈറ്റ്മെന്റ് എന്താ അറിയോ, എനിക്കിങ്ങനെ എപ്പോഴും എക്സൈറ്റ്മെന്റ് ആയിട്ടിരിക്കണം. ആ മറ്റേ ഏത് സിനിമയാണത്, ഒരു സിദ്ധാർത്ഥ് ഭരതൻ പറഞ്ഞ ഏതാണ് ആ സിനിമ നമ്മൾ കണ്ടില്ലേ ഇപ്പൊ അടുത്ത്? അത് സിനിമയുടെ പേര് ഓർമ്മയില്ല കേട്ടോ. ധീരൻ. ധീരനില് പറയണില്ലേ
എപ്പോഴും ഇങ്ങനെ എക്സൈറ്റ്മെന്റ് ആവണം, അങ്ങനെ എക്സൈറ്റ്മെന്റ് കുറയുമ്പോൾ അപ്പൊ ഗോവയിൽ പോവാ എക്സൈറ്റ്മെന്റ്. അതുപോലെയാണ് ഞാൻ, എനിക്ക് എപ്പോഴും എക്സൈറ്റഡ് ആയിട്ടിരിക്കണം. അപ്പൊ ഇനി എന്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ പിറന്നാളാണ് ഈ മാസം. പിറന്നാൾ 22-ാം തീയതിയാ. എനിക്ക് എപ്പോഴും എക്സൈറ്റ്മെന്റ് വേണം എല്ലാ മാസം. നിങ്ങൾ ഇതുപോലെ എന്നെ പോലെ എക്സൈറ്റ്മെന്റ് കൂടുതലുള്ള ആൾക്കാരാണോ ഭയങ്കര ഇഷ്ടമാണോ ആഘോഷങ്ങൾ വരുന്നത്, ഇങ്ങനെ കാത്തിരിക്കുക? അപ്പൊ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങളിത് ആതിരയുടെ വീട്ടിലെത്തി. ഇന്ന് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ. ഞങ്ങൾ ഒരു 2-3 ഫാമിലിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒരു 3-4 വിഭവം വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ തന്നെ കണ്ടോ ഗംഭീര സദ്യയായി. നമ്മളിങ്ങനെ കുറച്ച് പേരിങ്ങനെ കൂടുമ്പോൾ എല്ലാ പ്രാവശ്യം നമ്മളിങ്ങനെ തന്നെ ചെയ്യുന്നത്. വിഷു ആണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു 3-4 ഫാമിലിയൊക്കെ കൂടുമ്പോൾ എല്ലാവരും 3 വിഭവം കൊണ്ടുവന്നാൽ തന്നെ ഒരു സദ്യയുടെ ഫുള്ള് വിഭവം ആയി കിട്ടും അല്ലേ. അപ്പോൾ പിള്ളേർക്ക് ഇത് ആദ്യം നമ്മൾ വിളക്കത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് വിളമ്പണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല രസമാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്കധികം പണിയില്ല. ഒരു ഫുൾ സദ്യ നമ്മൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ഹെക്റ്റിക്കാണ്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയാലും എത്രയായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യൂല. പിന്നെ ഇപ്രാവശ്യത്തെ സദ്യ എന്ന് പറയുമ്പോൾ ഇത് പല നാടുകളുടെ മിക്സ്ഡ് സദ്യയാണ്. അതായത് കോട്ടയം, എൻ്റെ പട്ടാമ്പി, കണ്ണൂർ. അപ്പോൾ ഈ 3 മിക്സ്ഡ് വിഭവങ്ങളാണ് കേട്ടോ. അതായത് എന്താ പറയുക, ആ ഒരു 3 ടേസ്റ്റാണ് വരിക. കാരണം പല സ്ഥലത്തും പല സദ്യ ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിതേ കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞ് കത്തിയടിച്ചിരുന്നു. അങ്ങനെ സമയം ഇപ്പോൾ വൈകിട്ട് 6:30, 6:30 ആയി. ഇപ്പോഴും ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. പക്ഷേ പൊക്കിച്ച് ഞങ്ങളിതാ ഇങ്ങോട്ട് വന്നതാണ്. വരുമ്പോൾ പിന്നെ അറിയാലോ, ഇനിയിപ്പോൾ 2 ദിവസം ഇതൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ എത്ര വളരെ കുറച്ച് സദ്യ വെച്ചാലും സദ്യയല്ലേ അത് ഭയങ്കര കൂടുതലായിരിക്കും. എന്നാലും ഒരുപാട് കൂടുതലില്ലെങ്കിലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും നാളെ ഉച്ചയ്ക്കുള്ള സാധനങ്ങളും കൂടെ ഉണ്ട്. പായസം, കുറച്ച് പായസം, വൈറ്റ് പായസം ഞാൻ കൊണ്ടുവന്നു. അടപ്രഥമൻ പിന്നെ കഴിഞ്ഞത് അതിലൂടെ അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ സാധനവും. അപ്പോൾ നാളെ ഇനി ഒരു പണിയെടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. നാളെ എല്ലാം ഇത് തന്നെ ഞങ്ങൾ കലക്കി കുടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എന്തായാലും ഭയങ്കര രസമായി. ഓണം സെലിബ്രേഷൻ വളരെ സിമ്പിളായിരുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളെല്ലാവരും കൂടി വർത്താനം പറഞ്ഞു, സദ്യ കഴിച്ചു, നല്ല സദ്യ കഴിച്ചു. ഇത്ര തന്നെയാണ് ഇന്നത്തെ ഓണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും എല്ലാവരുടെയും അടിപൊളി ഓണമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലത്തെ നല്ല നല്ല ഓണങ്ങൾ എല്ലാ വർഷവും വരട്ടെ. തൽക്കാലം ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി ഒന്ന് റിലാക്സ് മോഡ്, ഇന്ന് ഫുള്ള് ഇനിയിപ്പോൾ 2 days ലീവാണല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ട്. കാരണം സാറ്റർഡേ സൺഡേ ലീവാണല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സന്തോഷം കൂടെ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബൈ.